ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. പറയാനായിട്ട് വേറൊന്നുമില്ല, തെറിക്കഥകൾ മാത്രമാണ്. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ കണ്ടസ്റ്റന്റ് ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് പകുതിയിലധികം മ്യൂട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം അവരവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, തള്ളയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവരുടെ വിചാരം പ്രേക്ഷകര് ഈ ഒരു കളി കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്പരം എന്താ പറയാ, ഒരു മെയിൽ ഷോവനിസം എന്നൊക്കെ പറയുന്ന തരത്തില് ഞാനാണ് വലിയവൻ എന്നുള്ള രീതിയിൽ നെഞ്ചും വിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി അത് വലിയൊരു കണ്ടന്റ് ആണ് എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് എന്താ പറയാ ടീമുകളുണ്ട്. എന്താ പറയണ്ടേന്ന് മനസ്സിലാവുന്നില്ല. കാരണം വെറും അവിഞ്ഞ തലത്തിലുള്ള കളിയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ രാവിലെ തന്നെ അനീഷിന്റെ വക ചൊറിച്ചിലായിരുന്നു. വേറൊന്നല്ല, വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കൊന്നും നട്ടല്ലില്ല, ആർക്കും ഒരു കണ്ടന്റും ഇല്ല, ചുമ്മാ വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തില് പറഞ്ഞ് തുടങ്ങിയപ്പോ തന്നെ മസ്താനിയുടെ വക അനീഷിന്റെ പേഴ്സണൽ മാറ്റർ എടുത്തിടുവാണ് കേട്ടോ. അനീഷിന്റെ പേഴ്സണൽ ലൈഫിലോട്ട് കടന്നു കയറാണ് മസ്താനി. അതായത് അനീഷിന്റെ ഭാര്യ, അനീഷ് ഡിവോഴ്സ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അനീഷിന്റെ ഭാര്യ അനീഷിനെ ഇട്ടിട്ട് പോയത് നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിളിച്ചു പറയുകയാണ്. അതിന്റെ പുറകിൽ അത് ഏറ്റുപിടിക്കാനായിട്ട് നമ്മുടെ ആസ്ഥാന വില്ലൻ വന്ന് കയറിയിട്ടുണ്ടല്ലോ, ജിഷിനെ ഏറ്റു വിളിക്കുന്നുണ്ട്. അപ്പം അതിനെ തിരിച്ച് കൗണ്ടർ ഒരു അറ്റാക്ക് എന്ന രീതിയിൽ ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇട്ടിട്ട് പോയത് അതുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ 5-6 കൊല്ലമായിട്ട് നിങ്ങളുടെ സ്വന്തം മകനെ പോലും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പേഴ്സണൽ ലൈഫും പുറത്തുള്ള ജീവിതവും അതെല്ലാം എടുത്തിട്ടിട്ട് ഒരു വല്ലാത്ത രീതിയിലോട്ട് ബിഗ് ബോസിനെ കൊണ്ടെത്തിക്കുന്ന തരത്തിലോട്ടാണ് കളികൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓരോ ദിവസവും, കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻസിഡന്റ് വളരെ മോശമായിട്ട് നമുക്ക് പുറത്ത് എന്താ പറയാ വല്ലാത്ത രീതിയിൽ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ വേറൊരു തരത്തിലൊരു പ്രവൃത്തി കണ്ടെങ്കിൽ ഇന്ന് പേഴ്സണൽ അറ്റാക്ക് ആയിരുന്നു രാവിലെ തന്നെ കേട്ടോ. അതായത് ഇപ്പൊ അനീഷിനെ കുറിച്ച് ജിഷിൻ പറഞ്ഞതായിക്കോട്ടെ, ജിഷിനെ കുറിച്ചിട്ട് ലക്ഷ്മി പറഞ്ഞതായിക്കോട്ടെ, അങ്ങനെ പുറത്ത് അവരെന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല ഈ വീടിനകത്ത് കയറി വന്നതിന് ശേഷം വീടിനകത്ത് ചെയ്യുന്ന പ്രവൃത്തികളെ ബേസ് ചെയ്തിട്ടായിരിക്കണം മെയിൻ ആയിട്ട് ഗെയിം കളിക്കേണ്ടത്. അവിടെ അവരെന്ത് പറയുന്നു, അവിടെ അവരെന്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് വേണം ഓരോരോ കാര്യങ്ങൾ പറയാനൊക്കെ ആയിട്ട്. നമ്മള് ഇത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അരാജകത്വമായിട്ട് തോന്നിപ്പോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്തൊക്കെയാ ഇവർ കാണിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇപ്പൊ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മസ്താനിയുടെ കേസാണെങ്കിൽ മസ്താനി കുറെ ദിവസമായിട്ട് വന്ന് കയറിയ 2-3 ദിവസമായിട്ടുള്ളൂ, അന്ന് മുതൽ പുറമേ ഉള്ള എല്ലാ കാര്യങ്ങളും ഉള്ളിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അനുമോളിന്റെ അടുത്ത് അനുമോളിനെ കുറിച്ച്, ശൈത്യനെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള പുള്ളിക്കാരി കണ്ടുവന്ന കാര്യങ്ങളെല്ലാം ഒരു 2 ദിവസം കൊണ്ട് ഫുള്ള് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജിഷിനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരൊക്കെ എന്ത് പറഞ്ഞിട്ടാ ബിഗ് ബോസ് വിട്ടത് എന്ന് പോലും ആലോചിക്കാത്ത തരത്തില് അതിനകത്ത് കയറിയിട്ട് കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഗെയിമാണ് കളിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും എന്ത് പറയാനാ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വലിയ വലിയ ആൾക്കാരെ, എത്രയോ ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻസ് ആണ്. എനിക്ക് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് തോന്നുന്ന തരത്തില് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് ലക്ഷ്മിയും പിന്നെ പ്രവീൺ കുറച്ചുകൂടി ഗെയിം കളിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ സാബുമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോശം പറയാൻ പറ്റത്തില്ല. സാബുമാൻ കയറിയതും മറ്റുള്ളവരെ പോലെ ആരെയും അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ പഠിക്കുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു. ഒരാഴ്ച എന്തായാലും കിട്ടുമല്ലോ. അടുത്ത ആഴ്ചത്തേക്ക് നോമിനേഷനിൽ വരുമ്പോഴത്തേനും കളി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ നല്ലൊരു എന്റർടൈനർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ജെന്യുവൻ ആയിട്ട് കാണിക്കുന്ന പല കാര്യങ്ങളും ആ വീട്ടിലുള്ളവർക്ക് എന്റർടൈൻ ചെയ്യുന്ന തരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സാബുമാനോട് ഒരു അടുപ്പം തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ്. അത് പുള്ളിക്കാരനും ഗുണം ചെയ്യുന്നു തോന്നുന്നു. നോമിനേഷൻ ഒന്നും വരാണ്ടൊക്കെ ഫസ്റ്റ് വീക്കൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ നോമിനേഷനിൽ വരാതെയൊക്കെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിന് ശേഷം കളി കുറച്ചുകൂടി ബെറ്റർ ആക്കുക, എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളൊരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ചിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഒക്കെയുള്ള വക നൽകുന്ന തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ആണ് കൂടുതലും വേണ്ടത്. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ തെറി പറയുക, തന്തയ്ക്ക് വിളിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശം. ഷാനവാസൊക്കെ അക്ബറിന്റെ അടുത്തൊക്കെ ചെയ്യുന്നത്
വല്ലാത്ത രീതിയിലുള്ള ഇതാണ് എന്തോ അത് അയാൾക്ക് അല്ലെങ്കിൽ ഷാനവാസിന് അതെന്തോ വലിയ സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും പറയുമ്പോഴത്തേനും അത് നിന്റെ തന്തേനെ വിളിക്കണം എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നത് വളരെ അരോചകമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം മെയിൻ ആയിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായത് മെയിൻ ആയിട്ട് ഒരു പണിപ്പുര ടാസ്ക്, അതായത് ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അതായത് ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന ഒരു സാധനം. ഇവര് ഓരോരോ ഹെഡിങ് കൊടുത്തതിനനുസരിച്ചിട്ട് ബിഗ് ബോസ് ഒരു, അതായത് നല്ല സ്മാർട്ടായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാര്, ബുദ്ധി ഏറ്റവും ബുദ്ധിപരമായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ എന്നിട്ട് ബിഗ് ബോസ് 3 ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്നും റൈറ്റ് ആയിട്ടുള്ള ഇവര് ഏത് തരത്തിലാണ് റാങ്ക് ചെയ്യുന്നതെന്ന് കണ്ടസ്റ്റൻസ് മറ്റുള്ള, അതായത് വൈൽഡ് കാർഡ് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് റാങ്കിങ് ചെയ്തത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അവർ പറയുകയാണെങ്കിൽ ജയിക്കും എന്ന രീതിയിൽ കേട്ടോ. വലിയ രസമുള്ള ഒരു ഗെയിമായിട്ടൊന്നും തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ട്. അതായത് പിന്നെ രണ്ടാമത് എന്താ പറയുക, ഹൈജീന്റെ ബേസ് ചെയ്തിട്ട് റാങ്കിങ് ചെയ്തു. അതിന് അങ്ങനെ ഒരു 5 റൗണ്ട് മത്സരം ഉണ്ടായിരുന്നു. അതിൽ 2 റൗണ്ട് മറ്റേ ഈ ഹൗസിൽ നേരത്തെ ഉണ്ടായിരുന്ന ടീമും 3 റൗണ്ടിൽ നമ്മുടെ വൈൽഡ് കാർഡ്സും ആണ് ജയിക്കുന്നത് കേട്ടോ. അതിൽ നിന്നും തോറ്റതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു പേർക്ക് ഓരോരോ പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ പണി എന്ന് പറയുന്നത് ഷാനവാസിനാണ്. ഷാനവാസിന് ഇനി വരുന്ന 2 ആഴ്ചത്തേക്ക് ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടനെ കാണാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ഒരു മീഡിയം ടൈപ്പ് പണിയാണ് ഷാനവാസിന് കിട്ടുന്നത്. അതുകൂടാതെ ഹൗസ് മേറ്റിൽ ഒരാൾക്ക് കൂടി, അതായത് റന ഫാത്തിമയ്ക്ക് കൂടിയിട്ട് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 ആഴ്ചയായിട്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ പണി കിട്ടിയിരിക്കുന്നത്. അപ്പം റന ഫാത്തിമയ്ക്ക് ലാലേട്ടന്റെ എപ്പിസോഡിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ റന ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മസ്താനി വന്ന ദിവസം മുതൽ റന ഫാത്തിമയുടെ മുന്നിൽ മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് വല്ലാത്ത രീതിയിലുള്ള, അറിയാലോ, തെറ്റായിട്ടുള്ള ഒരു ഗസ്റ്റർ കാണിക്കുന്നുണ്ട് എന്നുള്ള തരത്തില് റന പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വല്ലാത്ത രീതിയിലൊരു വഴക്കിന്റെ ഒരു സാധനമാണ് കേട്ടോ വരുന്നത്. അപ്പം അതിനിടയ്ക്ക് കയറി അക്ബർ, പിന്നെ അക്ബർ കയറുമല്ലോ, അത് എന്തൊരു പ്രശ്നം ഉണ്ടാക്കി അതിന്റെ ഇടയ്ക്ക് എന്തായാലും അക്ബർ ഉണ്ടാവും, അതിന് ഷാനവാസ് ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെ തമ്മിലുള്ള ഒരു വാദങ്ങള് തൊട്ടപ്പുറത്ത് നടക്കുമ്പോൾ ഇപ്പുറത്തെ ഷാനവാസും അക്ബറും തമ്മിൽ ശരിക്കും ഒരു കയ്യേറ്റത്തിന്റെ വക്കോളം എത്തിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും, എന്താ പറയുക, ശരീരം കൊണ്ട് ഇടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളിലൊക്കെ എത്തിയായിരുന്നു. അപ്പം അവസാനം അത് കണ്ടിട്ട് ബിഗ് ബോസിന് അവർ രണ്ടുപേരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കേണ്ടി വന്നു. വിളിച്ചിട്ട് കർശനമായിട്ട് വാൺ ചെയ്യേണ്ടി വന്നിട്ട് ഇനി മേലാല് ഈ വീട്ടില് എല്ലാവരോടും കൂടിയിട്ട് വാൺ ചെയ്യാണ്, ഇനി മേലാൽ ഈ വീട്ടില് ഇങ്ങനെയുള്ള ബാഡ് ആയിട്ടുള്ള വാക്കുകൾ, തെറികൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ജസ്റ്ററുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും തള്ളയ്ക്കും വിളികള്, അങ്ങനെ ഈ ഷോയിൽ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം തന്നെ എവിക്റ്റ് ചെയ്യും എന്ന് പറയുന്ന തരത്തിൽ, അതായത് ഷോയിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യുമെന്ന് പറയുന്ന തരത്തിൽ ബിഗ് ബോസിനെ അത്രയും സ്റ്റേൺ ആയിട്ട് പറയുന്ന തരത്തിലേക്ക് കൊണ്ട് എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാട്ടോ. മസ്താനിയുടെ പെരുമാറ്റം വളരെ മോശമായിട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുമോളിനെയും നമ്മുടെ ജിസയിലും ജയിലിലേക്ക് വിടുന്ന അവിടെ ചെന്നിട്ട് ജിസയിലും അനുമോളും കഴിഞ്ഞ ദിവസം ഒരു കോൺവെർസേഷനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു കേട്ടോ. കാരണം അവർ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ച് ഏകദേശം അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു അറിയാം, ഒരു നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങാമെന്നുള്ളൊരു ലെവലിലോട്ട് എത്തുമായിരുന്നു. അങ്ങനെ ആ സ്റ്റെപ്പിലോട്ട് വന്ന സമയത്താണ് കേട്ടോ പിറ്റന്നാൾ തന്നെയാണ് മറ്റേ ആര്യനും ജിസയിലും തമ്മിലുള്ള ഇഷ്യൂ പുറത്തു വരുന്നത്. അനുമോൾ അതിന് ക്ലാരിറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജയിൽ വാസം എന്ന് പറയുന്നത് അനുമോളും ജിസയിലും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു. അതിനകത്ത് കയറിയിട്ട് ജിസയിലിന്റെ ഫോട്ടോ ബാഡ്ജ് പോലെ കൊടുത്തിട്ട് ഫോട്ടോയിൽ അനുമോൾ അതിനെ കുറച്ച് വികൃതമാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, യക്ഷിയെ പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ജിസയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ബാക്കി എല്ലാവരും കൂടി വന്നിട്ട് അനുമോളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം റന ഫാത്തിമ, മെയിൻ ആയിട്ട് റന ഫാത്തിമ കഴിഞ്ഞ ദിവസമൊക്കെ റന ഫാത്തിമയുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന റന ഫാത്തിമ ഇന്ന് വീണ്ടും ചൊറിയാനായിട്ട് അനുമോളുടെ അടുത്തോട്ട് വരുന്നുണ്ട്.
വല്ലാത്ത തരത്തിൽ അനുമോളിനെ ഇറിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ടാണ് അവനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഇനി തിരിച്ചു കിട്ടിയാലും നമുക്ക് അതിശയമൊന്നും പറയാനില്ല. നമുക്ക് തോന്നിയായിരുന്നു എന്തിനാണ് ആ കൊച്ചിന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ബോയ്ഫ്രണ്ടിനെയൊക്കെ പറയുന്നത്, അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയായിരുന്നു. ശരിക്കും തെറ്റാണ്, അങ്ങനെ പറയുന്നത് തെറ്റാണ്. പക്ഷെ പുള്ളിക്കാരിയുടെ പ്രവൃത്തി അത് ഇങ്ങനെ ചോദിച്ചു മേടിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അക്ബറിനെയും ഷാനവാസിനെയൊക്കെ ബിഗ് ബോസ് ഓൺ ചെയ്തതിന് ശേഷം അവർ രണ്ടുപേരും മാറിയിരുന്ന് മൈജി സ്പോട്ടിൽ പോയിരുന്ന് സംസാരിക്കുന്ന ഒരു രംഗം വളരെ നന്നായിട്ട് തോന്നി കേട്ടോ. ഇത്രയും നാളും വീട്ടിൽ കയറിയതിന് ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ട് പോലുമില്ല, പക്ഷെ എന്നും മടിയാണ് അവർ തമ്മിൽ. അപ്പം ഇന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലായിട്ട് കുറച്ച് വീട്ടുകാര്യങ്ങളും അച്ഛന്റെ അമ്മേനെ കുറിച്ചിട്ടും ഭാര്യനെ കുറിച്ചിട്ടും മക്കളെ കുറിച്ചിട്ടും അക്ബറിന്റെ വൈഫിനെ കുറിച്ചിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം അങ്ങനെ നല്ല കുറച്ച് വിഷ്വൽസ് കൂടി ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റപ്പുലികളെ പോലെ അല്ലെങ്കിൽ ഒരുമാതിരി അടിയാ മാത്രം ആയിക്കൊണ്ട് പോയി കഴിഞ്ഞാല് കാണാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവത്തില്ല. വൈകുന്നേരം രാത്രി സാബുമാന്റെ കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക നല്ല കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സാബുമോന്റെ വക കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഡ്രാമയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനുമോള്, നിവിൻ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എന്താ പറയാ നല്ല കോമേഡിയൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സാബുമാന്. എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിയുന്നുണ്ട് സാബുമാന്. അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡിൽ വന്നതിൽ ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് ഇവരെ രണ്ടുപേരെയാണ്, ലക്ഷ്മി സാബുമാനൊക്കെയാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും അവര് വല്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മള് ഗെയിമേഴ്സ് എന്ന് പറയുമ്പോൾ അതുകൂടിയൊക്കെ കുറച്ച് നല്ല മനുഷ്യർ വരുന്നതും നല്ലതാണെന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പൊ ബിഗ് ബോസിന്റെ പോക്ക്. അതായത് വന്നവരും നിന്നവരും ഒക്കെ കണക്കാണെന്നുള്ള രീതിയിലാണ്. അത് അക്ബർ ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അബി ആയിക്കോട്ടെ. അബിയൊക്കെ കുറെ മാറിയിട്ടുണ്ട്, ഒതുങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒനിയിലും കുറെയൊക്കെ മാറിയിട്ടുണ്ട്, ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒതുങ്ങിക്കൂടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ബാഡ് വേർഡ്സ് പറയാതിരിക്കുക, അല്ലെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഒരു മാനേഴ്സ് എന്ന് പറയുന്നത്. അത് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു തെറി പറയുന്ന ഒരു സാധനം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിൽ ഇടാൻ തരത്തിലുള്ള കണ്ടന്റ് ആണ് കേട്ടോ. അതായത് ഫുള്ള് മ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, വേറെ ഒന്നും പറ്റത്തില്ല. അത്രയ്ക്ക് അധികം കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു ലൈവിലൊക്കെ കാണുമ്പോൾ കുറേ അധികം ഇവര് സംസാരിക്കുന്നതിന്റെ പകുതിയിലധികം കാര്യങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ബിഗ് ബോസ് പുറത്തുവിടുന്നത്. എന്തുകൊണ്ടായിരിക്കാം മ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഊഹിച്ചാൽ പറ്റുള്ളൂ. ഇവരുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പൊ മസ്താനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വലിയൊരു വീഴ്ച എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു പ്രാവശ്യമല്ല, 2, 3, 4 പ്രാവശ്യം റെനേനെ മിഡിൽ ഫിംഗർ കാണിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ മോശമാണ്, മറ്റുള്ളവർ കാണുന്ന ഒരു ഷോ ആണ്, ബിഗ് ബോസ് ആണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടി ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അനീഷിന്റെ വക ചൊറിച്ചിൽ അത് വേറെയുണ്ട്. അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, അതിലെയും നൂറയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ്, അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇനിയും അടുത്ത ദിവസങ്ങളിലും ബിഗ് ബോസിന് മ്യൂട്ട് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. സൈനിങ് ഓഫ് അനുരോധ്. ബൈ.